ഇന്ന് നമ്മളിവിടെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? ബിന്ദി മസാല എന്ന് പറയും. ഈ ബിന്ദി മസാല എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ നമ്മൾ മലയാളികൾ ഉണ്ടാക്കുമ്പോൾ ഞാനാണെങ്കിൽ ഇച്ചിരി ഒരു മലയാളി തനിമയൊക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. കാര്യം വലിയ വ്യത്യാസമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. എന്നാന്ന് പറഞ്ഞാൽ ഈ ജീരകമാണ് നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലെ ആൾക്കാർ കൂടുതലും ഈ കടുകിന് പകരം ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് അറിയാമോ? ഞാൻ ഇച്ചിരി കടുക് അങ്ങ് ഇടാൻ പോവുക. അതുപോട്ടെ, ജീരകം വേണ്ടിയവർക്ക് ജീരകം ഇടാം, നോർത്ത് ഇന്ത്യൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്ക് അതാണെന്നുണ്ടെങ്കിൽ ജീരകം അങ്ങനെ ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഇടാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ കടുക. ഇതിനിപ്പോൾ വേണ്ടിയ സാധനങ്ങൾ, അതും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയ ബിരിയാണിയുടെ സാലഡ് എല്ലാവരും ട്രൈ ഔട്ട് ചെയ്തെന്ന് ഞാൻ തോന്നുന്നത്. അതേ കൂട്ട് തന്നെ ഇപ്രാവശ്യം ഉണ്ടല്ലോ, ഒരു സാലഡ് അല്ല, പക്ഷേ എന്നാലും ചപ്പാത്തിയും ഈ ബിന്ദി ഫ്രൈ മസാലയും എന്നാ പറയുന്നത്, അതിന് പ്രത്യേകം പറയുന്നത് കേർഡ് ഫ്രൈ എന്നാണ്. കേർഡ് ഫ്രൈ എന്നൊക്കെ കേട്ട് പേടിക്കേണ്ട. അത് ശരിക്കും തന്നെ പറയുന്നത് തൈര് വറുത്തെടുക്കുക എന്നൊക്കെ പറയും. പക്ഷേ തൈര് നമുക്ക് വറുക്കാൻ ഒക്കെയല്ല, നമ്മൾ മിക്ക വീട്ടമ്മമാർക്ക് നമുക്കറിയാം തൈരൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ അതങ്ങ് വിരിഞ്ഞു പോവുകയല്ലേ. അതുകൊണ്ട് അതൊന്നും ഓർത്ത് പേടിക്കേണ്ട. അതെങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്കിങ്ങനെ എന്നാ പറയുന്നത്, ഒരു വെറൈറ്റി സാധനമൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇനി ഈ ബിന്ദി മസാലയുടെ റെസിപ്പി, അതായത് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്നാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ബിന്ദി എന്ന് പറയുന്നത് എന്നാന്നോ, ശരിക്കും നമ്മുടെ ഈ വെണ്ടയ്ക്കായ ഈ പറയുന്നത്, ഈ വെണ്ടയ്ക്ക എങ്ങനെയാണ് അരിയണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വെണ്ടയ്ക്ക അങ്ങോട്ട് കഴുകി വെച്ച് അതിൻ്റെ മൂടും പാലും ഒക്കെ ഒന്ന് ചെത്തിയേച്ചുണ്ടല്ലോ, അത് അങ്ങോട്ട് അരിയേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഞാനിപ്പോൾ അരിഞ്ഞേക്കുന്നത് വേണ്ടേ ഈ എന്നാ പറയുന്നത്, ഇച്ചിരി ഒരു സ്ലാൻഡിങ് ചെരിച്ചു വച്ചേച്ച് അങ്ങോട്ട് അരിഞ്ഞേച്ചാൽ മതി. അന്നേരം ഇതേപോലെ അങ്ങ് വരും. അതല്ല നമ്മുടെ കൈവാക്ക് ഏതാന്ന് വെച്ചാൽ അതേപോലെ അരിഞ്ഞാൽ മതി. പക്ഷെ അരിയുന്നതിന് മുന്നേ ഉണ്ടല്ലോ, ഈ വെണ്ടയ്ക്ക അങ്ങോട്ട് നല്ലതായിട്ട് കഴുകി തുടച്ച് വേണം അരിയാൻ. അതിനകത്ത് ഒട്ടും നമുക്ക് വെള്ളത്തിൻ്റെ കണ്ടന്റ് ഒട്ടും വേണ്ട. ഇതിപ്പോൾ ഒരു 250 grams ഓഫ് എന്നാ പറയുന്നത് ലേഡി ഫിംഗർ ഉണ്ട്. പിന്നെ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ 2 ഓപ്ഷൻസാണ് വെച്ചേക്കുന്നത്. ഒന്ന് ജീരകവും ഉണ്ട്, ഒന്ന് കടുകും ഉണ്ട്. ഇന്നിപ്പം ഞാൻ പറഞ്ഞേ നമ്മുടെ മലയാളി ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി കടുക് ഇട്ടേച്ചായിരുന്നു ഉണ്ടാക്കാൻ പോകുന്നത്. ജീരകം വേണ്ടിയവർക്ക് ജീരകം ഇടാം. അതിൻ്റെ അളവ് എന്നാന്ന് വെച്ചാൽ, നമ്മൾ കടുക് വറുക്കുന്നതിൻ്റെ അളവേ ഉള്ളൂ. ഒരു സ്പൂൺ ആണെങ്കിൽ 1 സ്പൂൺ കടുക് ഇട്ടേച്ച് ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്ന സാലഡ് എന്ന് പറയാൻ ഒക്കുകയല്ല, കേർഡ് ഫ്രൈ, അതിന് പക്ഷേ നമുക്ക് കടുക് ഇടാൻ ഒക്കുകയല്ല, ജീരകം തന്നെ വേണം. പിന്നെ വേണ്ടിയത് ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേച്ച് ചെയ്തേക്കുന്ന ഇഞ്ചി ഒരു 2 സ്പൂണ്. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച്, ഇതിനകത്ത് കുരുമുളകോ അങ്ങനെ ഒന്നുമില്ല, ഉള്ളത് നമ്മുടെ മുളക് പൊടി മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേനും നമ്മുടെ പച്ചമുളക് അതനുസരിച്ച് ഒരു ഈ ചെറിയ സ്പൂൺ ആണെങ്കിലും എരിവ് അനുസരിച്ച്, ഇതിപ്പോൾ എരിവ് കുറഞ്ഞ പച്ചമുളക് അങ്ങനെ ആണെങ്കിൽ നമുക്കൊരു 3 സ്പൂൺ, നിറച്ചൊരു 3 സ്പൂൺ പച്ചമുളക്. പിന്നെ സവാള എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നീളത്തിൽ അരിഞ്ഞേച്ച്, ഇത് നമ്മുടെ വെണ്ടയ്ക്കായ ചേർക്കാനുള്ളതാണ്. ഇത് നീളത്തിൽ അരിഞ്ഞേച്ച് ഒരു 3 വലിയ സവാള നീളത്തിൽ അരിയുക. പിന്നെ വേണ്ട മഞ്ഞപ്പൊടി, മുളക് പൊടി. മഞ്ഞപ്പൊടി അറിയാമല്ലോ, നമുക്ക് അതിനെ ഈ പറഞ്ഞ കൂട്ട അളവൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു 1/4 to 1/2 സ്പൂൺ ഓഫ് മഞ്ഞപ്പൊടി മതി. പിന്നെ വേണ്ടിയ മുളക് പൊടി ഈ പറഞ്ഞ കൂട്ടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അതുകൊണ്ട് ഞാൻ ഇതിനൊരു 1 സ്പൂൺ മുളക് പൊടി മതി. കാര്യം എന്നാന്ന് വെച്ചാൽ ഇതിന് ഒത്തിരി അങ്ങോട്ട് മസാലയൊന്നും വേണ്ട, എന്നാൽ ആ എരിവ് വേണം താനും. ഇതിപ്പം ഒരു 2 സ്പൂൺ മുളക് പൊടി നമ്മൾ ഇടുവാണെങ്കിൽ റേഷ്യോ 2:1, അതായത് 2 സ്പൂൺ മുളക് പൊടിക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, ആ കണക്കാണ്. 1 സ്പൂൺ ഇടുന്നെങ്കിൽ 1/2 സ്പൂൺ മല്ലിപ്പൊടി. ഇപ്പം ഇതിന് നമ്മൾ 2 സ്പൂൺ എടുക്കുന്നതുകൊണ്ട് ഇതൊരു 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന എന്നാണെന്നറിയാവോ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു സാലഡ് എന്നല്ല, കേർഡ് ഫ്രൈ എന്ന് പറയും. അതിന് സവാള, ഒരു വലിയ സവാള തന്നെ അരിഞ്ഞേക്കണം. അതെന്നാന്ന് വെച്ചാൽ നീളത്തിലല്ല അരിയണ്ടേ, അത് കുഞ്ഞായിട്ട് ഒരു വലിയ സവാള, വലുതാണെങ്കിൽ 1, അല്ല ചെറുതാ മീഡിയം സൈസ് ആണെങ്കിൽ 2 കുഞ്ഞായിട്ട് അരിയണം. പിന്നെ വേണ്ടിയത് നമുക്ക് ടൊമാറ്റോ ഒരു വലുത് 2 വേണ്ടി എടുത്തു. എന്നുവെച്ചാൽ ഇതേപോലെ ഒട്ടും കനം വേണ്ട, കുഞ്ഞ് സ്ലൈസസ് ആയിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഈ തൈര്, നമ്മൾ ആ സാലഡിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ആ സാലഡിന് ശരിക്കും പറഞ്ഞാൽ എന്നാ പറയുന്നത്, ഹങ്കേർഡ്, അതായത് കുറച്ച് കട്ടിയുള്ള, അതിൻ്റെ വെള്ളമെല്ലാം പോയേച്ച് കട്ടി തൈര് വേണ്ടിയേ, അതൊരു ഫുൾ കപ്പ് നിറച്ച്. ഇനിയിപ്പോൾ എന്നാന്നറിയാം, നമ്മൾ ആദ്യം ഈ വെണ്ടയ്ക്ക ബിന്ദി മസാല വെക്കുന്നതിന് മുമ്പ്
നമുക്ക് ആദ്യം ആ സാലഡിനുണ്ടത് ഉണ്ടാക്കണം. കാര്യം നേരത്തെ പറഞ്ഞ പോലെ തൈര് നമുക്ക് നേരത്തെ ചൂടാക്കാനൊന്നും ഒക്കത്തില്ല. അതുകൊണ്ട് സാലഡ് നമുക്ക് ആദ്യം ഉണ്ടാക്കാം. പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ. ശരിക്കും നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ടുണ്ടല്ലോ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കത്തില്ല. എന്നാ പറയുന്നത്, വെജിറ്റബിൾ ഓയിൽ എന്നതേലും ഉപയോഗിക്കാനാണ് നല്ല. ഇറ്റ്സ് ടേസ്റ്റ് ഗുഡ് എന്നല്ല, നമുക്ക് ആ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് കടുക് ഇടാൻ ഒക്കുകയല്ല. അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് അറിയാവോ, ഇച്ചിരി ജീരകം, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ വെണ്ടയ്ക്കായ്ക്ക് എന്നൊക്കെ ഗുണങ്ങളുണ്ടോയെന്നറിയാവോ. ഇതിന് ശരിക്കും വൈറ്റമിൻ സി, പൊട്ടാസ്യം ഇതെല്ലാം ചേർന്ന ഒരു വെജിറ്റബിൾ തന്നെയാണ് ഇത്. ശരിക്കും ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാണെങ്കിൽ വെണ്ടയ്ക്ക സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ളത് തന്നെയല്ല, ഈ പറഞ്ഞ കൂട്ട് എന്നാ പറയുന്നത് സൗത്ത് ആഫ്രിക്ക, ഇത്യോപ്യൻ റീജിയനിലൊക്കെ ഉള്ള ഒരു വെജിറ്റബിൾ തന്നെയാണ് ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്ന സാധനമേ. ഇതിനൊരു ഗുണമുണ്ട്, എന്നാണെന്നറിയാമോ. മിക്ക ആൾക്കാർക്കും ഇപ്പോൾ എൻ്റെ അപ്പായ്ക്കും ഒക്കെ ഈ പറഞ്ഞ കൂട്ട് ഡയബറ്റിക് ഒക്കെ ഉള്ള കൂട്ടത്തില്ല. അപ്പോൾ എന്നാ പറയുന്നറിയോ, അപ്പായൊക്കെ പറഞ്ഞു തരുന്നത് എന്നാന്ന് വെച്ചാൽ ഈ വെണ്ടയ്ക്ക അങ്ങോട്ട് കീറിയേച്ചും വെള്ളത്തിലിട്ട് വെച്ച് തലേന്നൊക്കെ ഇട്ട് വെച്ചേച്ച് പിറ്റേ ദിവസം ആ വെള്ളം അങ്ങ് കുടിക്കുവാന്നേൽ ഈ പറഞ്ഞ കൂട്ട് എന്നാ പറയുന്നത് ഡയബറ്റിക് ഒക്കെ ഒത്തിരി കൺട്രോൾഡാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ട്രൈ ഔട്ട്. ഉലുവ വെള്ളമൊക്കെ കുടിക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും വെണ്ടയ്ക്കയുടെ മഹത്വം ഇച്ചിരി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ജീരകം പൊട്ടിത്തുടങ്ങി. ഈ സമയത്താണ് ഞാൻ പറഞ്ഞ് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഇതിന് മുന്നേ ഒരു എന്നാ പറയുന്നത് ഇഞ്ചി ഇടണം കുറച്ച്. എരിവ് അനുസരിച്ച് പച്ചമുളകും, 2 സ്പൂൺ പച്ചമുളക്. അതെന്നാന്ന് തോന്നുന്നു, നമുക്ക് ആ സാലഡിൻ്റെ എരിവ് നോക്കി വെച്ച് വേണം പച്ചമുളക് ഇടാൻ. ഇതൊന്ന് വഴറ്റണം. ഒരുപാട് വഴറ്റൊന്നും വേണ്ട, ആ ഒരു എന്നാ പറയുന്നത് ആ പച്ചച്ചോവ് ഒന്ന് മാറിയേച്ചാൽ മതി. ഇത് നമ്മൾ ഇച്ചിരിയല്ലേ ഇട്ടേക്കുന്നത്, അതുകൊണ്ട് പിന്നെ ഇതിന് വലിയ നേരം ഒന്നും എടുക്കുകയല്ല. ആ സമയം നമുക്ക് എന്നാ ചെയ്യണമെന്നറിയോ, ഈ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് അതങ്ങോട്ട് ഇട്ടേക്കുക. ഇതൊന്ന് നമുക്ക് ബ്രൗൺ ആവുന്നിടം വരെ വഴറ്റണം. അന്നേരം എന്നാ ചെയ്യണമെന്നറിയാവോ, തീ ഇച്ചിരി അങ്ങോട്ട് സിമ്മയിൽ വെച്ച് നമുക്ക് അടുത്ത പാൻ കത്തിക്കാം. ഇതെന്നത്തിനാണെന്നറിയോ, നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ ബിന്ദി മസാല ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, നമ്മൾ അരിയുമ്പത്തേനുമൊക്കെ ഈ പറഞ്ഞ കൂട്ട് അതിനകത്ത് ഒട്ടും വെള്ളം വേണ്ട. ഇനി എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ വെണ്ടയ്ക്ക ഇടാം. ഇതിച്ചിരി നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. നമ്മൾ അരിയുമ്പത്തേന് അതിച്ചിരി ഈ പറഞ്ഞ കൂട്ട് ഇത്രയും നീളത്തിലൊന്നും വന്നില്ലേലും എന്നാ പറയുന്നത് ചരിച്ചു വെച്ച് അരിയുമ്പോൾ കിട്ടുന്ന വീതിയും നീളവും മതി. ഇച്ചിരി അതും ബ്രൗൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇത് ഒരു 1/2 സ്പൂൺ, മല്ലിപ്പൊടിയും ഒരു 1/2 അല്ല, ഇതൊരു ഫുൾ സ്പൂൺ. നമ്മൾ ഈ ഇട്ടേക്കുന്ന എന്നാ പറയുന്ന പൊടി ഒന്ന് മൂത്ത് വരണം, അതിൻ്റെ ആ പച്ചച്ചോവ് ഒന്ന് മാറുന്നത് തന്നെയാണ് അതിൻ്റെ ആ കണക്ക്. ഇത്രയേ ഉള്ളൂ. ഇതിനകത്തോട്ട് എന്നാന്നറിയാം, നമുക്കിപ്പോൾ തൈര് ഒഴിക്കാൻ ഒക്കുകയല്ല, അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് നമുക്കിതൊന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഈ ഇതിനകത്തുള്ള ഫ്ലെയിം ഇച്ചിരി അങ്ങോട്ട് കുറവാണ്. അന്നേരം ഞാൻ ഈ ബിഗ് ഫ്ലെയിമിലോട്ട് വെക്കുക. നമ്മൾ ഇച്ചിരി കനം കുറച്ച് അരിഞ്ഞേക്കുന്നത്, അന്നേരം പിന്നെ അതിനെ ഒരു എന്നാ പറയുന്നത് കൂടെ നിന്ന് തന്നെ വറക്കണ്ടേ, അല്ലെങ്കിൽ അതങ്ങ് മൂത്തു പോവും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെണ്ടയ്ക്ക കൊണ്ട് പല ഡിഷസും ഉണ്ടാക്കാറുണ്ട്. സദ്യയിലൊക്കെ വെണ്ടയ്ക്ക കിച്ചടിയൊക്കെ എന്നാ ടേസ്റ്റാണ് അല്ലേ. അതേ കൂട്ട് നമ്മൾ അത്രയും ഡീപ് ഫ്രൈ ഒന്നും ആക്കണ്ട. ഇത് അതിനെക്കാട്ടിലും ഇച്ചിരി മുന്നേ ആയിട്ട് വറുത്തെടുത്തേച്ചാൽ മതി. ഇച്ചിരി മൂത്തിട്ടേ ഉള്ളൂ. ദേ ഞാനിപ്പോൾ ഈ ഒരു നമ്മൾ ഇട്ട പോർഷൻ അങ്ങ് എടുക്കുക. ഇത്ര
അത്രേ ഉള്ളൂ. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ബാക്കി വെണ്ടയ്ക്കായും കൂടെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇതേണ്ടത് നമ്മുടെ വെണ്ടയ്ക്ക മുഴുവൻ അങ്ങ് വറുത്ത് കോരിയേക്കുക. ഇപ്പോൾ എന്നാണെന്നറിയോ, ഇത് ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ ശരിക്കും ജീരകവാ ഇതിനകത്തോട്ട് ഈ ബാക്കി വന്ന എണ്ണയിലോട്ട് ഇടേണ്ട. ഒത്തിരി എണ്ണയൊന്നും വേണ്ട. ബാക്കി എണ്ണ അങ്ങ് മാറ്റി വെച്ച് അത് വഴറ്റാനുള്ള എണ്ണ മാത്രം ഒഴിച്ച് വെച്ചാൽ മതി. ഇതിനകത്തോട്ട് നമുക്ക് ജീരകം അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ജീരകം ഇടാം, നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ. അതല്ല കടുക് ഇടണമെന്നുണ്ടെങ്കിൽ കടുകിടാം. ഇവിടെ ഇപ്പം ഞാൻ എന്നാന്നറിയാം, നമ്മളൊക്കെ മലയാളികളല്ലേ, അതുകൊണ്ട് കടുകിടാം. പക്ഷേ ജീരകം ഇട്ടാൽ നോർത്ത് ഇന്ത്യൻ ആ ഒരു ഫ്ലേവർ വരികയും ചെയ്യും. ഇവിടെ ഇപ്പം ഞാൻ എന്നാന്നോ കടുക് ഇടുന്ന എന്നാന്ന് വെച്ചാൽ നമ്മുടെ പറഞ്ഞില്ലേ നമ്മുടെ കേർഡ് ഫ്രൈ, അതിനകത്ത് ഞാൻ ഇച്ചിരി ജീരകം ഇട്ടേക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ക്വയറ്റ് ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇതിനകത്തൊരു കടുക്, 1 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. ഈ കടുക് അങ്ങോട്ട് പൊട്ടുമ്പോൾ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഇഞ്ചി. ഈ കടുക് എപ്പോഴും എണ്ണയിൽ ഇടുമ്പോഴത്തേനുണ്ടല്ലോ, എനിക്ക് വീട്ടിൽ നിൽക്കുന്ന എൻ്റെ അമ്മച്ചിയാണ് ഓർക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ഞാൻ അടുക്കളയിലൊക്കെ എപ്പോഴും ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി ക്ഷമയുടെ ഒരു കുറവായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടുക് ഇട്ടേച്ചുണ്ടല്ലോ, അങ്ങോട്ട് എന്നാ ഇൻഗ്രീഡിയൻറ്റ് ഇടേണ്ടതെന്ന് വെച്ചാൽ അങ്ങ് ഇടും. കടുക് പൊട്ടിക്കാനുള്ളൊരു ക്ഷമയില്ല. അപ്പോൾ അമ്മച്ചി നിന്നുകൊണ്ട് വഴക്ക് പറയാം, ആ കടുക് ഒന്ന് പൊട്ടട്ടെ എന്ന് പറയും. അന്നേരം ഞാൻ പറയാം, എൻ്റെ അമ്മച്ചി ഒരു കാര്യം ഞാൻ പറയാം, കാശ് കൊടുത്ത് മേടിച്ചൊന്നും നമ്മൾ പൊട്ടിക്കാൻ പാടില്ല എന്ന് പറയും. ഇപ്പം ഞാൻ എന്തായാലും കടുക് പൊട്ടിച്ചു. ഇനിയിപ്പം ഞാൻ ഇതിനകത്തോട്ട് 1 സ്പൂൺ ഇഞ്ചി, ഒന്നല്ല ഈ പറഞ്ഞ കൂട്ടി ഇച്ചിരി എന്ന് പറയുന്നില്ല, ഒരു എന്നാ പറയുന്നത് 2 സ്പൂൺ ഇഞ്ചി നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ച്. നമ്മുടെ എണ്ണ നല്ല ചൂടായി കിടക്കുന്നതുകൊണ്ട് എന്നാണെന്നറിയാവോ, ഈ പറഞ്ഞ കൂട്ടോ ഇഞ്ചിയൊക്കെ പെട്ടെന്ന് അങ്ങ് മൂക്കും, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചേക്കണം. പച്ചമുളകും 3 സ്പൂൺ. ഇതൊന്ന് നല്ലതായിട്ട് വഴറ്റണം. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സവാള, ഇതിപ്പോൾ 3 സവാളയാ. ഇന്ന് ശരിക്കും നമ്മുടെ എന്നാ പറയുന്നത് എപ്പിസോഡിലേക്ക് വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ ശരിക്കും ഞാൻ പറയാം, എന്നാ പറയുന്നത് അദ്ദേഹം മറ്റാരും അല്ല, ശരിക്കും കാനായി കുഞ്ഞിരാമൻ സാർ തന്നെയാണ് വരുന്നത്. അദ്ദേഹത്തെ പറ്റി പറയുവാണെങ്കിൽ എന്നാന്നറിയോ ഞാൻ പറയുന്നത്, ശരിക്കും അദ്ദേഹം എന്നാ പറയുന്നത് അമ്മ എന്ന് പറയുന്ന 2 അക്ഷരമേ ഉള്ളൂ. പക്ഷെ എന്നാലും ആ അമ്മ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു എനിക്കിപ്പോൾ ഒരു അമ്മ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഒരുപാട് എന്നെ നല്ല പ്രായത്തിൽ അമ്മ എന്നെ മരിച്ചു പോയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരമ്മയ്ക്ക് എത്രയോ വില കൊടുക്കാമോ, അമ്മയിൽ കൂടി മാത്രം എന്താ പറയുക, എനിക്ക് അതിനകത്ത് വാക്കുകളില്ല പറയാൻ. ഒരു സ്ത്രീയോട് എത്ര ബഹുമാനവും ഏതൊരു സ്ത്രീയെയും അമ്മയായി കാണുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഇത്രയും വിശേഷം പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളി വഴന്നു കേട്ടോ. ഇതിനൊരു ടിപ്പുണ്ട്, ഈ ഉള്ളി വഴറ്റാൻ പെട്ടെന്നൊരു എളുപ്പവിദ്യ. അതിനകത്ത് എന്നറിയോ, നമ്മൾ ഈ കടുവൊക്കെ ഇട്ടേച്ചും ഉള്ളി അങ്ങോട്ട് ഇട്ടില്ലേ, അന്നേരം എന്നാ ചെയ്യണമെന്നറിയോ, ഒരു ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് ഇട്ടേച്ച് കൊടുത്താൽ പിന്നെ ഇച്ചിരി പറയുവാന്ന് പറയാം. അതിനകത്ത് ഇച്ചിരി പറയാൻ ഒക്കത്തുള്ളൂ. ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് ഇട്ടേച്ചാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സാലഡില്ലേ, ആ സാലഡിനുള്ള സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ ആ പൊടികൾ. മഞ്ഞൾപ്പൊടി പറഞ്ഞ കൂട്ട് 1/2 സ്പൂൺ. പിന്നെ എന്നാന്ന് വെച്ചാൽ മുളക് പൊടി എന്നാന്നറിയാമോ, നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിപ്പോൾ 1 സ്പൂണാണ് മുളക് പൊടി ഇട്ടേക്കുന്നത്. ഇപ്പോൾ റേഷ്യോ ഹാഫാണ്. ഇതിനൊരു 1/2 മല്ലിപ്പൊടി. ഇതിനകത്ത് നമ്മൾ സാധാരണ വെണ്ടയ്ക്ക വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ തന്നെ നമ്മൾ അധികം എന്നാ പറയുന്നത് വെള്ളം ഉപയോഗിക്കുകയില്ല. ഇതിനും പക്ഷെ നമ്മൾ വെള്ളം ഉപയോഗിക്കുകയില്ല. പക്ഷെ നമ്മൾ വെണ്ടയ്ക്ക മൂപ്പിച്ചേച്ചാ ഇതിനകത്തോട്ട് ഇടുന്നത്. ഇതിപ്പോൾ ഈ പൊടിയെല്ലാം ഇട്ടേച്ച് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അങ്ങോട്ടിടും. ഇതിനകത്തും വെള്ളം ഒഴിക്കുകയില്ല. പക്ഷെ അതിന് പകരമാണ് ഞാൻ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ തക്കാളി ഇടുന്നത്. ആ തക്കാളി ഇതിൻ്റെ കൂടെ ഇട്ട് വഴറ്റുകയില്ല. ആദ്യം നമ്മൾ ഉള്ളിയിൽ അങ്ങോട്ട് ഉപ്പിടുവാന്നേൽ പിന്നെ നോക്കി വെച്ചേ ഇടാവുള്ളൂ. ഇതിപ്പോൾ ഒരു 1/2 സ്പൂൺ ഇടുന്നുള്ളൂ.
ഇനിയാണ് നമ്മൾ തക്കാളി ഇടാൻ പോകുന്നത്. ഈ ഉപ്പ് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് പിടിക്കണം. ഈ പൊടിയൊക്കെ നല്ലോണം അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ വെണ്ടയ്ക്ക ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്തുള്ള ഇതൊരു 2 വലിയ തക്കാളിയാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ മേളിലോട്ട് നമ്മൾ വെച്ചേച്ചാൽ മതി. ഇപ്പം ഞാൻ ഈ തക്കാളി എല്ലാം ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ചേക്കുക. അന്നേരം ഇനി എന്നാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ളം ഒഴിക്കുകയല്ല, അതിന് പകരം ഈ തക്കാളിയിൽ നിന്നുള്ള വെള്ളം നമുക്ക് ഊറി വന്നേച്ച് അതിൽ കിടന്ന് വേണം ഈ വെണ്ടയ്ക്ക ഒന്ന് പെരണ്ട് വരാനായിട്ട്. അപ്പം മസാലയൊക്കെ അങ്ങോട്ടങ്ങ് പിടിക്കും. ഇനിയിപ്പോൾ ഇത് വേവാൻ അധികം സമയമൊന്നും വേണ്ട, കുറച്ച് സമയം മതി. അതെന്നാന്ന് വെച്ചാൽ തക്കാളിയിൽ നിന്ന് ആ വെള്ളം ഒന്ന് ഊറി ശരിക്കും പറഞ്ഞാൽ തക്കാളിയുടെ ഒരു എന്നാ പറയുന്ന ആ സ്കിന്നൊക്കെ കാണത്തുള്ളൂ, അത്രയും അങ്ങ് പെരണ്ട് വരും ഈ മസാലയായിട്ട് ചേർന്ന്. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അത് നമ്മൾ ചേർത്ത മസാലയൊക്കെ അങ്ങോട്ട് പിടിച്ച് നല്ലതായിട്ട് ഇരിപ്പുണ്ട്. വേണ്ടേ നമ്മുടെ ആ തക്കാളിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഓൾമോസ്റ്റ് അതിലങ്ങ് പിടിച്ച് പെരണ്ട് മസാലയൊക്കെ നല്ല ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇത് വലിയ എരിവൊന്നും ഇല്ലാത്ത കറിയാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് ഞാൻ ആദ്യം ഒരു എന്നാ പറയുന്നത് സാലഡ് അല്ല എന്നാ പറയുക നമ്മുടെ തൈര് വെച്ച് നമ്മളൊരു കേർഡ് ഫ്രൈ എന്ന് പറയും, അത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുക. അതിനി മിക്സ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ വറുത്ത് വെച്ചിരിക്കുന്ന സാധനം നമ്മൾ ഒരു ബൗളിലോട്ട് ആക്കണം. ഇത് എന്നൊക്കെയാണ് വറുത്തതെന്ന് ഞാൻ നേരത്തെ ഒന്നുകൂടെ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞതാ, എന്നാലും ഞാൻ പറഞ്ഞുതരാം. സവാള കുറച്ചായിട്ട് ഒരു മുഴുത്ത സവാള നല്ലോണം കുറച്ചായിട്ട് അരിഞ്ഞു വയ്ക്കണം. ഇഞ്ചി വേണം, 1 സ്പൂൺ ഇഞ്ചി, അതേപോലെ ഒരു 3 സ്പൂൺ പച്ചമുളകും. പിന്നെ വേണ്ടിയത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ആദ്യം ഇതിനാന്നു ഞാൻ ഈ പറഞ്ഞ പോലെ ജീരകമിട്ട് കടുക് വറുക്കണമെന്ന്. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പാൻ ചൂടാക്കി വെച്ച് ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. എന്നാ പറയുന്നത് പാൻ എടുത്ത് വെച്ച് എണ്ണ ഇച്ചിരി ഒഴിച്ച് വെച്ചാൽ മതി. അന്നേരം അങ്ങോട്ട് ജീരകം ഇടുക. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ വെണ്ടയ്ക്കായാലും ഞാൻ കടുക് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് ഇതിന് നമുക്ക് ഇച്ചിരി നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരാൻ വേണ്ടി ജീരകം ഇട്ടു. ജീരകം ഇട്ടേച്ച് ഇഞ്ചി പച്ചമുളകും കൂടെ നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള നമ്മൾ അതിനകത്തോട്ടിട്ട് നല്ല ഇച്ചിരി ബ്രൗൺ ആവുന്നിടം വരെ വഴറ്റിയേച്ച് നല്ല ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത് അങ്ങോട്ട് ഇട്ടേച്ച് ഇച്ചിരി ഒന്ന് മൂക്കണം. മനസ്സിലായില്ലേ? ആ പച്ച മണം ഒന്ന് മാറിയേച്ച് നമ്മൾ ഇപ്പോൾ തൈര് ചേർക്കരുത്, ആ ചൂടോടെ തൈര് ചേർക്കരുത്. തൈര് ചേർത്താൽ വെള്ളം പോലെ ആയിപ്പോവും. അതങ്ങോട്ട് മാറ്റി വെക്കുക. മാറ്റി വെച്ചേച്ച് ഇനി അത്രയും നമ്മളിത് ചെയ്തിട്ടുള്ളൂ. നല്ല മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറ്റുക. കട്ടിത്തൈര്, അതായത് ഇപ്പോൾ കട്ടിത്തൈര് നമുക്ക് കിട്ടാൻ എന്നാ വഴിയെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ തൈരൊക്കെ മിക്കപ്പോഴും വെള്ളമായിരിക്കും. അതെന്നാന്ന് വെച്ചാൽ നമ്മളൊരു തുണിയിലോട്ട് അങ്ങോട്ട് കെട്ടിയിട്ടേച്ചാൽ മതി. ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 അവർ കഴിയുമ്പോഴത്തേനുണ്ടല്ലോ നല്ല കട്ടി തൈര് കിട്ടും. അതിൽ നിന്ന് കുറച്ച് തൈര് എടുത്തേച്ച് നമുക്കങ്ങ് ചേർക്കണം. ഇതിപ്പോൾ ഞാൻ എല്ലാം വഴറ്റി വെച്ച് നമ്മൾ ആറാൻ വെച്ച കൂട്ടാണ്. അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി തൈര് എന്നാന്ന് വെച്ചാൽ നമ്മൾ മൂപ്പിച്ച് വെച്ചതിൻ്റെ ഏനം അനുസരിച്ച് അങ്ങോട്ട് ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഫുൾ കപ്പ് 1 കപ്പ് തൈരാണ് എടുത്തേക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ ഒരു ഫുൾ 4 സ്പൂൺസ് ഓഫ് തൈരാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടി. അതിനകത്തോട്ട് കുറച്ച് മല്ലിയില. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയ ബിന്ദി മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കത് സെർവ് ചെയ്യണേ. സെർവ് ചെയ്യുമ്പോഴത്തേനും എന്നാ പറയുന്നത് കുറച്ച് അതിനെ ഡെക്കറേറ്റ് ചെയ്യണം. മല്ലിയിലൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഇതിപ്പോൾ ഇവിടെ എൻ്റെ മാസ്റ്റർ പീസ് ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഗസ്റ്റ് വരേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ കേട്ടോ.